ഹായ് നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ചെറിയ വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ചെറിയ വിശേഷങ്ങൾ എന്ന് പറഞ്ഞാൽ കുക്കിങ് കാര്യങ്ങളൊന്നുമില്ല കേട്ടോ. ഇന്നലെ നമ്മളോട് ആരായിരുന്നു? ഹരിദാസ് ചോദിച്ചായിരുന്നു. ഹരിദാസ് ചേട്ടനാന്ന് തോന്നുന്നു ചോദിച്ചായിരുന്നു. ഇപ്പം വീട്ടിലെ വിശേഷങ്ങളൊന്നും ഇല്ലേന്ന്. വീട്ടിലെ വിശേഷങ്ങളൊക്കെ ഇടാം കേട്ടോ. എന്നുവെച്ചാൽ എന്നും നമ്മൾ ഇത് കറി വെക്കുന്നതൊക്കെ ഇട്ടിട്ട് ചിലരൊക്കെ പറയാൻ തുടങ്ങി ഇതേ ഉള്ളൂ എന്ന് ചോദിക്കാൻ തുടങ്ങി. അതുകൊണ്ടാണ് നമ്മുടെ ബാക്കി വിശേഷങ്ങളൊക്കെ ആയിട്ട് ഇടുന്നത്. ചിലർ പറയും വീഡിയോയ്ക്ക് നീളം കൂടി പോകുന്നു, ഇതെല്ലാം കൂടെ ആകുമ്പോഴത്തേക്ക് ഒത്തിരി നീളം കൂടി പോകുന്നു. എന്നാലും ഞാൻ വീട്ടിലെ വിശേഷങ്ങളൊക്കെ ഇടാം ഇടയ്ക്ക്. അപ്പൊ ഇന്ന് ഞാൻ വന്നേക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇന്നിപ്പം അവധി ദിവസമാണ്, ശനിയാഴ്ചയാണ്. ഇത് നാളെ ഞായറാഴ്ച ഈ വീഡിയോ വരത്തുള്ളൂ. ശനിയാഴ്ച ദിവസം ആകുമ്പോഴത്തേക്കാണ് എനിക്ക് ഈ അച്ചുവിനെയൊക്കെ ഒന്ന് കൈ കിട്ടുന്നത്. അവധിയുള്ള ദിവസം ഇപ്പൊ 2 ദിവസം ഇനിയിപ്പോൾ അവധിയാണല്ലോ. അപ്പൊ ഞാൻ അച്ചുവിന്റെ തലയിൽ ഇടയ്ക്കിടയ്ക്ക് ഓരോ ഹെയർ പാക്ക് ഇടുന്നത് ഞാൻ കാണിക്കുന്നുണ്ടായിരുന്നു. ഇതിനു മുമ്പ് ഞാൻ 2-3 കണ്ട് ഇടുന്ന ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ഇത് അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് ഇടുന്നത്. അപ്പൊ നമ്മൾ ഏത് പാക്ക് ഇട്ടാലും ഒരാഴ്ച നമ്മുടെ തല വേറെ ഒന്നും നമ്മൾ പിന്നെ ചെയ്യാൻ നിൽക്കരുത് കേട്ടോ. കാര്യം അതിന്റെ റിസൾട്ട് നമുക്ക് കിട്ടണമെങ്കിൽ പിന്നെ പിറ്റേ ദിവസം തന്നെ അടുത്തത് തന്നെ നമ്മൾ സമയം അതേ തന്നെ നമ്മൾ ചെയ്യുവാണെങ്കിൽ കുഴപ്പമില്ല. വേറെ മാറ്റി ചെയ്യാൻ നിൽക്കരുത്. അതേ പായ്ക്ക് തന്നെ ഇപ്പൊ നമ്മൾ അന്ന് ചെയ്തത് ചെമ്പരത്തിത്താളിയും കറ്റാർ വാഴയും പിന്നെ വൈറ്റമിൻ ഇയുടെ ഒക്കെ ചേർത്താണ് ചെയ്ത്. അത് തന്നെ പിറ്റേ ദിവസം ചെയ്താൽ കുഴപ്പമില്ല. പിറ്റേ ദിവസം നമ്മൾ അത് ചെയ്യാതെ വേറെ എന്തെങ്കിലും ചെയ്താൽ നമുക്ക് ഈ ആദ്യത്തെ റിസൾട്ട് നമുക്ക് അറിയാൻ പറ്റത്തില്ല. അപ്പൊ അങ്ങനെ അറിയാൻ വേണ്ടിയാണ് നമ്മൾ ഒരാഴ്ച എടുക്കുന്നത്. അപ്പോൾ ഒരാഴ്ച പിന്നെ തന്നെയല്ല, അവൾ സ്കൂളിലൊക്കെ പോകുന്നതുകൊണ്ട് വേറെ എന്തെങ്കിലും നമ്മൾ ചെയ്താൽ ഈ തല നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ പൊടി പൊടി പോലെ പറ്റിയിരിക്കും. അത് അവൾക്ക് ഒട്ടും ഇഷ്ടമല്ല. അതുകൊണ്ടാണ് അവൾ എനിക്ക് അവിടെ തല തരിയില്ലാത്തത്. പിന്നെ ഞാൻ കയ്യെ കാലം പിടിച്ചൊക്കെ ചോദിക്കും, നമുക്ക് വീഡിയോ കൂടെ എടുക്കണമല്ലോ. അപ്പം അവധിയൊക്കെ 2 ദിവസമൊക്കെ ഉള്ളപ്പോഴാണ് അച്ഛൻ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ തല ചെയ്യാൻ സമ്മതിക്കുന്നുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ അവൾ പറയും അവിടെ മുടി മൊത്തം ഇതായി പോകുന്ന പറയും. അപ്പം അതുകൊണ്ട് ഇന്ന് അതാണ് ചെയ്യാൻ പോകുന്നത്. അപ്പം ഇതൊക്കെ ഇട്ടിങ്ങനെ ഞാൻ കാണിക്കുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക്. പക്ഷെ എന്നാന്ന് മനസ്സിലായല്ലോ, ഇത് കയ്യോന്നിയാണ്. നമ്മളെല്ലാം വീടുകളിലും പറമ്പിലെല്ലാം മഴയാകുമ്പോൾ ഇഷ്ടം പോലെ ഉണ്ടാകുന്നത്. ഇതെല്ലാം ചെറിയ പൂവും ഒക്കെയുള്ളതാണ്. ഞാൻ ഇതുണ്ടോ, കയ്യോന്നിയാണിത്. പിന്നെ നമുക്ക് ആവശ്യമെന്ന് പറഞ്ഞാൽ ഈ പായ്ക്കിന് ആവശ്യമുള്ള സാധനങ്ങളാണ് ഞാൻ പറയുന്നത്. തുളസിയില എന്നതിനാന്ന് ചോദിച്ചാൽ ഈ സ്കൂളിലൊക്കെ പോകുന്ന എല്ലാ പിള്ളേരും തല പേനും കാര്യങ്ങളൊക്കെ കാണും. അപ്പോൾ ഈ തുളസിയിലൊക്കെ നമ്മൾ ആഴ്ചയിൽ ഒരു ദിവസവും തല തേക്കാന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരുപാട് മാറ്റം വരും. പിന്നെ കയ്യോന്നി എന്ന് പറഞ്ഞാൽ മുടിക്ക് നല്ല കറുപ്പും കിട്ടും, മുടി വളരാനും നല്ലതാണ്. പണ്ട് ഞാൻ കൺമഷി ഉണ്ടാക്കുമായിരുന്നു ഈ കയ്യോന്നി വെച്ച്. അത് ഇനി ഒരു ദിവസം ഒരു വീഡിയോ ഞാൻ കാണിച്ചു തരാവേ. അപ്പോൾ കയ്യോന്നി കൊണ്ട് കൺമഷി ഉണ്ടാക്കിയാലും നല്ലതാണ്. കൺപീലിക്കൊക്കെ നല്ല കറുപ്പ് കിട്ടും. അപ്പം കൊച്ചു കുഞ്ഞുങ്ങൾക്കൊക്കെ കണ്ണിൽ എഴുതാനും നല്ലതാണ്. അപ്പം കയ്യോന്നി മുടിക്ക് നല്ല കറുപ്പ് കിട്ടാനും മുടി വളരാനും ഒക്കെ നല്ലതാണ്. പിന്നെ നമ്മൾ എടുക്കുന്നത് എന്നാന്ന് ചോദിച്ചാൽ മുരിങ്ങയിലയാണ്. മുരിങ്ങയില എന്ന് പറഞ്ഞാൽ ഇത് തലയിൽ തേക്കാൻ ഏറ്റവും നല്ല സാധനമാണ്. ഇത് മാത്രം തേച്ചാലും നമുക്ക് നല്ല റിസൾട്ട് കിട്ടുന്നതാണ്. മുരിങ്ങയില എന്ന് പറഞ്ഞാൽ നമ്മുടെ തലയിലെ താരം പോകും, മുടി നല്ലപോലെ വളർച്ച കിട്ടും കേട്ടോ. കാര്യം എന്താണെന്ന് വെച്ചാൽ മുടി വളരാത്ത ഏത് മുടിയാണെങ്കിൽ പോലും ഇത് മുരിങ്ങയില ആഴ്ചയിൽ 1 പ്രാവശ്യം അല്ലെങ്കിൽ 2 പ്രാവശ്യം മുരിങ്ങയില തേച്ചാൽ നമ്മുടെ മുടിക്ക് വളർച്ച ഉണ്ടാകും. അപ്പോൾ ഇന്ന് നമ്മളിത് മുരിങ്ങയില എടുത്തിട്ടുണ്ട്. മുരിങ്ങയില എടുക്കുമ്പോൾ അത് ചുക്കിലി ഒന്നും ഇല്ലാതെ എടുക്കണം. പഴുത്തല നിൽക്കുന്നതിന് കുഴപ്പമില്ല, ചുക്കിലി ഉണ്ടോ എന്ന് പ്രത്യേകം നോക്കണം, അല്ലെങ്കിൽ ചൊറിഞ്ഞു പൊട്ടുകയൊക്കെ ചെയ്യും. അപ്പം മുരിങ്ങയില നമുക്ക് നല്ലൊരു പായ്ക്കാണ്. മുടി എത്ര ഇല്ലാത്തവരുണ്ട്, ചുക്കിലിയൊക്കെ ഇനി മാർക്കടി വേണ്ട എട്ടുകാലി ഇതുണ്ട്. ഈ പച്ച എട്ടുകാലി ഇതേ കാണും കേട്ടോ. നമ്മൾ നോക്കി വേണം എടുക്കാനായിട്ട്. ഈ മുരിങ്ങയുടെ ഇലയിലൊക്കെ പച്ച എട്ടുകാലി കാണും, പെട്ടെന്ന് നമ്മൾ ശ്രദ്ധിക്കത്തില്ല. അപ്പം അതൊക്കെ നോക്കി വേണം എടുക്കാനായിട്ട്. അപ്പം മുരിങ്ങയില ഇത്രയും മുരിങ്ങയിലാണ് ഞാൻ ഇച്ചിരിയും കൂടി ഉണ്ട് കേട്ടോ. അത് പിന്നെ ലാസ്റ്റ് കാണിക്കാം എന്തൊരെയാണ് എല്ലാം എടുത്തേക്കുന്നതെന്നൊക്കെ കാണിക്കാം കേട്ടോ. അപ്പം ഇത്രയും പിന്നെ നമ്മൾ എടുക്കുന്നത് എന്നാന്ന് ചോദിച്ചാൽ കറ്റാർവാഴ നമുക്കറിയാം. ഫേസ് പായ്ക്കും എല്ലാം നമ്മളാണ് ഏറ്റവും കൂടുതൽ എടുക്കുന്നത് ഈ കറ്റാർവാഴയാണ്. അപ്പോൾ കറ്റാർവാഴയുടെ ജെല്ലാണ് നമുക്ക് ആവശ്യം കേട്ടോ. ഇത് ഞാൻ കുറച്ച് നേരം കൊണ്ട് മുറിച്ച് വെച്ച് ഇതിനകത്ത് ആ മഞ്ഞ കളറൊക്കെ കളഞ്ഞാണ്. അപ്പോൾ ഇതിൻ്റെ തണ്ടോട് കൂടി ഞാൻ അരയ്ക്കാൻ എടുക്കുന്നില്ല, ഇതിനകത്ത് ജെല്ല് മാത്രം എടുക്കുന്നുണ്ട്. കാര്യം ഈ തണ്ടോട് കൂടി എടുക്കുമ്പോൾ ഉണ്ടല്ലോ ചിലപ്പോൾ ചിലർക്ക് ചൊറിച്ചിൽ വരും തലയ്ക്ക്, അത് ഭയങ്കര അസ്വസ്ഥതയായിരിക്കും. അപ്പോൾ അങ്ങനെ വരാതിരിക്കാൻ വേണ്ടി ജെല്ല് മാത്രമായിട്ടാണ് എടുക്കുന്നത്. എല്ലാവർക്കും ഒന്നും കറ്റാർവാഴ പിടിക്കത്തില്ല കേട്ടോ, അലർജി ഉണ്ട്. ഇതിനകത്ത് ജെല്ല് എടുക്കാമെങ്കിൽ അത്രയും കുഴപ്പമില്ല കേട്ടോ. ഈ പുറത്തെ തൊലിയൊക്കെ എടുക്കുമ്പോഴാണ് നമുക്ക് ഈ ചൊറിച്ചിലും കാര്യങ്ങളൊക്കെ വരുന്നത്. ഇപ്പോൾ കറ്റാർവാഴയുടെ ജെല്ല് എടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ അടിപൊളി ഒരു സാധനം എന്ന് പറഞ്ഞാൽ ഉലുവ. ഇത് ഞാൻ വെള്ളത്തിൽ തലേദിവസം ഇട്ടതാണേ. 1 സ്പൂൺ ഉലുവ ഇട്ട് അത് നല്ലപോലെ കുതിർന്ന് എടുത്താണ്. ഇത്രയുമാണ് നമുക്ക് ഈ പായ്ക്കിന് ആവശ്യമുള്ളത്. ഞാൻ എന്നൊക്കെ എടുത്തേക്കുന്നതെന്ന് ഒന്നും കൂടെ വീഡിയോയിലൂടെ കാണിക്കാവേ. അപ്പം ഇതും കൂടെ ചേർത്ത് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കണം. അപ്പം ഈ ഉലുവ എന്ന് പറഞ്ഞാൽ തലയ്ക്ക് നല്ല തണുപ്പ് കിട്ടുന്നതാണ്. ഇനി ജലദോഷമൊക്കെ ഉള്ളവരൊക്കെ ഉണ്ടല്ലോ, നെറുകയിൽ ഇച്ചിരി നല്ലപോലെ എണ്ണ തേച്ചതിന് ശേഷമേ ഇതൊക്കെ ഇടാവുള്ളൂ തലയിൽ. ഇല്ലെങ്കിൽ പെട്ടെന്ന് ജലദോഷം വരികയും പനി പിടിക്കാനൊക്കെ സാധ്യതയുണ്ട്. നല്ല തണുപ്പ് മഴയും കൂടെ ഒക്കെ ഉണ്ട്. വെയിലുണ്ടെന്ന് പറഞ്ഞാൽ ഇടയ്ക്ക് മഴയൊക്കെ ഉണ്ട്. അപ്പം ചൂട് സമയത്തൊക്കെ ആണെങ്കിൽ നമുക്ക് അത്രയും പേടിക്കാനില്ല. മഴയൊക്കെ ഉള്ള സമയത്ത് ഒന്ന് ശ്രദ്ധിച്ച് വേണം ചെയ്യട്ടെ. പിന്നെ എന്നൊക്കെ എടുത്തേക്കുന്ന ഒന്നും കൂടെ കാണിച്ചു തരാവേ. ഇപ്പം നമുക്ക് ഇത് കേട്ടോ, മുരിങ്ങയില, കയ്യോന്നി, പിന്നെ
കറ്റാർ വാഴ ഈ തണ്ട് മൊത്തം എടുക്കുന്നുണ്ട്, തുളസി ഇല, പിന്നെ ഉലുവ കുതിർത്തത്. ഇത്ര ഇനി നല്ലപോലെ ഒന്ന് അരച്ചെടുക്കട്ടെ. കറ്റാർ വാഴയുടെ ജെല്ലാണ് എടുക്കുന്നത്, അല്ലാതെ തണ്ടൊന്നും എടുക്കുന്നില്ല, അതിൻ്റെ പുറത്തെ ഇതൊന്നും എടുക്കുന്നില്ല, അതെല്ലാം കളയുവാണ് ചെയ്യുന്നത്, ജെല്ല് മാത്രമേ എടുക്കുന്നുള്ളൂ. അപ്പോൾ നമ്മളിത് അരച്ചൊക്കെ എടുക്കുന്നതിന് മുന്നേ തന്നെ ഉണ്ടല്ലോ, തലയിൽ ഇച്ചിരി എണ്ണ നല്ലപോലെ തേച്ചൊന്ന് പിടിപ്പിക്കണേ. അപ്പോൾ ഇത് ഏത് പായ്ക്ക് നമ്മുടെ തലയിട്ടാലും എന്നാ ചെയ്താലും, നമ്മുടെ മുതലേ മുട്ടയുടെ വെള്ളയോ അങ്ങനെ എന്നാ ചെയ്താലും ഉണ്ടല്ലോ, നമ്മളൊരു ഇച്ചിരി എണ്ണ തേച്ച് മുടിയിലൊന്ന് തേച്ചിട്ട് നമ്മൾ ഏത് പായ്ക്കാണെങ്കിലും ഇടാം, ഇല്ലെങ്കിൽ മുടി ഒരുമാതിരി ചകിരിനാര് പോലെ ആകുമേ. അപ്പോൾ അതുകൊണ്ട് ഞാൻ തലയിൽ എണ്ണ തേക്കണം, ആൽമണ്ട് ഓയിലാണ്. അപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ട് അച്ഛൻ്റെ തലയിൽ ഇങ്ങനത്തെ ഓയിലാണ് തേക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ ബദാം ഓയിൽ 2 സൈസ് ഉണ്ട് കേട്ടോ. നമ്മൾ മുഖത്ത് തേക്കുന്നതുണ്ട്, അതിന് വില കൂടുതലാണ്. ഇത് അല്ലാതെ ഹെയർ ഓയിൽ എന്ന് പറഞ്ഞാൽ മതി, അത് അതിന് സെപ്പറേറ്റ് വേറെയാണ്. അപ്പം അതാണ് ഞങ്ങൾ മേടിച്ചേക്കുന്നത്. അപ്പോൾ അത് അച്ഛൻ്റെ തലയിൽ ഞാൻ നല്ലപോലെ ഒന്ന് മുടിയിലെല്ലാം എണ്ണയൊന്ന് തേച്ച് പിടിപ്പിച്ചതിന് ശേഷമാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു 10-15 മിനിറ്റോളം എണ്ണ തേച്ചിരിക്കുമ്പോഴത്തേക്കും നമുക്കത് അരച്ചെടുത്തുകൊണ്ട് വരാൻ പറ്റും. അതിന് തലയിൽ നല്ലപോലെ ഒന്ന് എണ്ണ തേച്ച് നല്ല ഇതാക്കി മുടിയുടെ തുമ്പ് വരെ എണ്ണ തേക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഞാൻ മുടി അങ്ങനെ വലിയ സൂക്ഷിയിലൊന്നുമില്ല, ഇങ്ങനെ എൻ്റെ കയ്യിലൊക്കെ ഒന്ന് കിട്ടുമ്പോഴാണ് മുടിയൊക്കെ. ഇപ്പോഴൊന്നും ഇതിനെപ്പറ്റി ഒന്നും ചിന്തിക്കരുത്. മുടിയൊക്കെ ഈ പ്രായത്തിലൊക്കെ മുടിയൊക്കെ അങ്ങ് വളരുന്നുണ്ട്, അതിനെ വലിയ മൈൻഡ് കൊടുക്കത്തില്ല. അതേസമയം മുടിയൊന്നും ശ്രദ്ധിക്കാതൊക്കെ ഇരുന്ന് മുടിയൊക്കെ ഇല്ലാതൊക്കെ വരുമ്പോഴാണ് ചിന്തിക്കുന്നത്, അയ്യോ അന്ന് ഇച്ചിരി കൂടെ ശ്രദ്ധിച്ചിരുന്നെങ്കിൽ എന്ന് ചിന്തിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് കിട്ടുന്ന സമയത്തെല്ലാം ഞാൻ ഇതുപോലെ തലയിൽ എണ്ണയൊക്കെ തേച്ചാണേലും എല്ലാം കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ ബദാം ഓയിൽ തന്നെ തല തേക്കണമെന്നില്ല കേട്ടോ, നമുക്ക് ഇഷ്ടമുള്ള എണ്ണ തേക്കാം, വെളിച്ചെണ്ണയോ എണ്ണ വേണമെങ്കിലും തേക്കാം കേട്ടോ. ഞാൻ ഈ എണ്ണ തീർന്ന് കഴിയുമ്പോൾ വെളിച്ചെണ്ണയാണ് ചിലപ്പം തലയിൽ തേക്കുന്ന. അച്ഛൻ്റെ എണ്ണ എൻ്റെ തലയിലൊക്കെ ആണെങ്കിലും വെളിച്ചെണ്ണ തന്നെ തേക്കാറുണ്ട്. അപ്പം അത് തന്നെ തേക്കണമെന്ന്, ചിലർ കാച്ചി എണ്ണയായിരിക്കും തേക്കുന്നത്. ഏത് എണ്ണയായാലും കുഴപ്പമില്ല, തലയിൽ എണ്ണ തേക്കണമെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ, അല്ലാതെ ഇന്ന എണ്ണയെന്നൊന്നുമില്ല. കറ്റാർവാഴയുടെ സൈഡിലത്തെ 2 ഇതും കളഞ്ഞ് വെച്ച് നടുക്കൂടെ മുറിച്ചെടുത്താണ്. എന്നിട്ടിങ്ങനെ സ്പൂൺ കൊണ്ട് കണ്ട് ഇങ്ങനെ എടുത്താൽ നല്ല ഇതായിട്ട് കിട്ടും. ഇതിപ്പോൾ എല്ലാവർക്കും അറിയാം ഇങ്ങനെയൊക്കെ എടുക്കാണ്ട്. ഇനി അറിയാൻ മേലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയാണേ. ഇതുണ്ടോ, നല്ല ഇതായിട്ട് ജെല്ലായിട്ട് മാത്രം നമുക്ക് കിട്ടും. ഇത് മതി നമുക്ക്. ഇത് മതി എന്ന് വെച്ചാൽ ഇങ്ങനത്തെ ജെല്ല് മതി. ഈ ഒരു തണ്ട് ഫുള്ള് ഞാൻ എടുക്കുന്നുണ്ടേ. ഇങ്ങനെയാകുമ്പോൾ ഇതിൻ്റെ ഈ പുറന്തോലില്ലാതെ ജെല്ല് മാത്രമായിട്ട് നമുക്ക് കിട്ടും. ഇതുണ്ട്, ഇത്രയും മതി. ഇത് ഞാൻ എല്ലാ ഇലയും കൂടെ ഉണ്ട് കേട്ടോ. ഇതെല്ലാം കൂടെ ചുക്കിലിയൊക്കെ നോക്കി അഴുക്കപ്പുഴോ എല്ലാം ഉണ്ടോയെന്നൊക്കെ നോക്കി എല്ലാം വൃത്തിയാക്കി എടുത്തതാണ്. ഇതിനി ജാറിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്നിച്ച് നമുക്ക് ഇങ്ങനെ അരച്ചെടുക്കാനുള്ളതേ ഉള്ളൂ കേട്ടോ. കൂടുതലുണ്ടെങ്കിൽ നമുക്ക് നാളത്തേക്ക് വെക്കാം. പിന്നെ ഇതിലേക്ക് ഉലുവയും ചേർത്ത്, പിന്നെ നമ്മുടെ കറ്റാർ വാഴയും കൂടെ ചേർത്ത് വെച്ച് ഇതൊന്ന് ഒന്ന് അരച്ച് നോക്കണം. വെള്ളം നമുക്ക് വേണമെങ്കിൽ ചേർത്താൽ മതി. ഇതിനകത്ത് വെള്ളം കുറവാണേ. ഇപ്പം ഞാൻ വെള്ളം ഒഴിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇത് ഞാൻ ഫ്രീസറിൽ വെച്ചതുണ്ടോ, ഐസ് കണ്ടോ, ഫ്രീസറിൽ വെച്ച് തണുപ്പിച്ച വെള്ളമാണ്. തണുപ്പിച്ച വെള്ളം ഞാൻ എടുക്കുന്നത് എന്നാന്ന് ചോദിച്ചാൽ, നമ്മൾ ഈ മിക്സിയിലിട്ട് ചിലപ്പോൾ അങ്ങ് അടിക്കുമ്പോൾ ഉണ്ടല്ലോ മിക്സി അങ്ങ് ചൂടാകും നല്ലപോലെ അരച്ചെടുക്കുമ്പോഴത്തേക്ക്. നേരം തണുത്ത വെള്ളം ഒഴിക്കാമെങ്കിൽ ആ മിക്സി ചൂടാകത്തുമില്ല, നമ്മൾ ഈ അരയ്ക്കുന്ന ഫ്രഷ് ആയിട്ട് നമുക്ക് കിട്ടുകയും ചെയ്യും. ഇത് കണ്ടോ, തണുത്ത വെള്ളം ചേർത്ത് അരയ്ക്കുമ്പോൾ നമുക്ക് നല്ലപോലെ മിക്സിയിലിട്ട് നല്ലപോലെ അരച്ചെടുക്കാൻ പറ്റും. ചൂടാകുന്നില്ലല്ലോ മിക്സി, അതുകൊണ്ട് തന്നെ ഫ്രഷ് ആയിട്ട് തന്നെ നിൽക്കും. എന്നാൽ ചിലർ പറയും തണുപ്പ് തലയിൽ എങ്ങനെ തേക്കുന്നത്, അങ്ങനെ തണുപ്പ് വരത്തില്ല കേട്ടോ. മിക്സി ചൂടാകാതിരിക്കുന്നേ ഉള്ളൂ. നമ്മൾ സാധാരണ അരയ്ക്കുന്ന പോലെ തന്നെയുള്ള തണുപ്പിൽ തന്നെ കിട്ടത്തുള്ളൂ. തണുപ്പ് കൂടുതലൊന്നും വരത്തില്ല, നല്ലപോലെ അരഞ്ഞ് കിട്ടും. ഇത് കേട്ടോ. ഇനി ഇത് ഇങ്ങനെ തന്നെ തേക്കണമെങ്കിൽ തേക്കാം. അതല്ല ഇനി തലയിലൊക്കെ പറ്റി പിടിച്ചിരിക്കുന്ന ഇഷ്ടക്കേടൊക്കെ ഉള്ളവരാണെങ്കിൽ അരിപ്പ കൊണ്ട് അരിച്ചെടുത്ത് തലയിൽ തേക്കാം. ഇത് ചെറിയ സോഡാ കുപ്പിയാണേ. ഞാൻ ഇതിനു മുമ്പ് ഒരു പ്രാവശ്യം വീഡിയോ കാണിച്ചാണ്. ഇതുകൊണ്ട് ഇതിന് ചെറിയൊരു കെഴുത്തി കെട്ടിട്ടുണ്ട്. ഇതിലേക്ക് എടുത്താൽ നമുക്ക് തലയിൽ തേക്കാനായിട്ട് എളുപ്പമാണ്.
തല തേക്കാനായിട്ട് ആവശ്യത്തിനുള്ളത് എടുക്കുക. മുടി ഒത്തിരിയൊക്കെ ഉള്ളവർക്കുണ്ടല്ലോ ഇതിനൊരു കുപ്പി വേണ്ടി വരുവേ. ഇതിനി അടച്ച് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇത് കണ്ടോ വരുന്നുണ്ട്. ഇങ്ങനെ നമുക്ക് തലയിലോട്ട് നല്ലപോലെ തേക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ഇനി അച്ഛൻ്റെ ഇല തേക്കട്ടെ. ഇങ്ങനെ എടുക്കുമ്പോണ്ടല്ലോ നമുക്ക് തലയിൽ നല്ലപോലെ പുരട്ടാൻ പറ്റും കേട്ടോ. മുടിയൊന്ന് പകഞ്ഞെടുത്തേച്ച് അത് തന്നെയല്ല മേല് മൊത്തം ആകത്തില്ല. സാധാരണ നമ്മളിങ്ങനെയൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് പാത്രത്തിൽ നിന്ന് എടുത്ത് ഇങ്ങനെ തലയിലോട്ട് തേക്കുമ്പം അത് അവിടെയും വീണ് ഇവിടെയും വീണ് നമ്മുടെ മേത്തും വീണ് മുഖത്തും വീണ് മൊത്തത്തിൽ കുളവാകും. അപ്പോൾ ഇങ്ങനെ ആകുമ്പോഴത്തേക്കും ഉണ്ടല്ലോ നമുക്കൊരു ശകലം പോലും വേസ്റ്റ് ആകത്തില്ല. നല്ല ഇതായിട്ട് നമുക്ക് മുടി ഒരു കൊണ്ട് പകഞ്ഞും. പിന്നെ വലിയ പാത്രങ്ങളൊക്കെ ആണെങ്കിൽ നമുക്ക് ആ പാത്രം പിടിക്കാൻ ഒരാൾ വേണം, അല്ലെങ്കിൽ അത് പിടിച്ചുകൊണ്ട് എടുക്കാനൊക്കെ പാടെ. ഇതെന്ന് പറയുമ്പോൾ അങ്ങനെ ഒരു പ്രശ്നങ്ങളും ഇല്ല കേട്ടോ. ഇതൊക്കെ എൻ്റെ കണ്ടുപിടുത്തങ്ങളാണ് കേട്ടോ, അല്ലാതെ വേറെ ഒന്നും കണ്ടതല്ല. ഇതൊക്കെ ഞാൻ സ്വയം കണ്ടുപിടിച്ച പുതിയ പുതിയ മാർഗ്ഗങ്ങളാണ്. അപ്പം നിങ്ങൾക്കൊക്കെ അത് പ്രയോജനപ്പെട്ടാൽ പെടട്ടെ. കാര്യം ഇത് പ്രയോജനപ്പെട്ടാൽ പെടട്ടെ എന്നല്ല കേട്ടോ, പ്രയോജനപ്പെടുന്നേ. കാര്യം എന്നാന്ന് ചോദിച്ചാലുണ്ടല്ലോ, എനിക്കും ഇഷ്ടമല്ല ഈ തലയിലൊക്കെ തേക്കുമ്പോൾ മേത്തൊക്കെ പറ്റുന്നതൊക്കെ. അപ്പോൾ അതുപോലെ തന്നെയല്ലേ എല്ലാവർക്കും. അപ്പോൾ ഇങ്ങനെ ആകുമ്പോഴത്തേക്കും നമുക്ക് നല്ലപോലെ പുരട്ടുകയും ചെയ്യാം. മുടിയുടെ വകച്ചിൽ നമുക്ക് നല്ലപോലെ എടുത്ത് പുരട്ടാൻ പറ്റും. അപ്പം ഇത് ഞാൻ നല്ലപോലെ അച്ചുവിൻ്റെ തലയിൽ ഇനി തേച്ച് പിടിപ്പിച്ചേച്ച് ഒരു 20 മിനിറ്റോളം ഞാൻ അച്ചുവിനെ ഇരുത്തുന്നുണ്ട്. ഇരുത്തിയേച്ചാണ് അച്ചുവിൻ്റെ തല കഴുകുന്നുള്ളത്. അപ്പോൾ അതെല്ലാം ഒന്ന് തലയിലോട്ട് തേച്ച് നല്ല വൃത്തിക്കൊന്ന് പിടിപ്പിക്കട്ടെ. അത് മുടിയിലും പിടിപ്പിക്കുന്നുണ്ട്. നല്ല ഇതായിട്ട് ആ കുപ്പിയിലുള്ളത് മുഴുവനും ഞാൻ തലയിൽ തേച്ച് മുഴുവനും അങ്ങ് പുരട്ടി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ, നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ തൊട്ടടുത്തൊരു ബെൽ ബട്ടൺ ഉണ്ട്. ആ ബെൽ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. അന്നേരം ഓൾ എന്നുള്ള ഓപ്ഷൻ വരും. അപ്പോൾ അതെല്ലാം കൂടെ ഒന്ന് പ്രസ് ചെയ്തേക്കണം, ഓൾ എന്നുള്ള ഓപ്ഷനല്ലേ. അപ്പം ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ എല്ലാം നോട്ടിഫിക്കേഷൻ ഒക്കെ നിങ്ങൾക്ക് വരും. അപ്പോൾ തലമുടിയെ നല്ലപോലെ പുരട്ടി കഴിഞ്ഞു. ഇനി ഒരു 20 മിനിറ്റ് കഴിഞ്ഞ് തലമുടിയൊക്കെ നല്ലപോലെ ഒന്ന് കഴുകിയതിന് ശേഷം നമുക്ക് കാണാമേ. ഇടയ്ക്ക് ഒരു മഴക്കാർ പോലെ വന്നു, പിന്നെ അതങ്ങ് പോയി. മുളകൊക്കെ പഴുത്ത് കിടക്കുന്നു. വർഷം പൂട്ടിട്ട് പൂവ്. മഴക്കാറുമുണ്ട്. അങ്ങനെ 20 മിനിറ്റൊക്കെ കഴിഞ്ഞ് മുടിയൊക്കെ നല്ലപോലെ വാഷ് ചെയ്തു കേട്ടോ. ഇതിപ്പോൾ ഇങ്ങനെ ഞാൻ പരട്ടിയതുകൊണ്ട്, ഇങ്ങനെയെന്ന് പറയുമ്പോൾ അത് അരിക്കാതെ പരട്ടിയതുകൊണ്ട് തലയിൽ ഇങ്ങനെ ചെറിയ പിരിപിരിപിരി പോലുണ്ട്. അപ്പോൾ അത് നല്ലപോലെ ഒന്ന് വാഷ് ചെയ്താൽ മതി, അതങ്ങ് പൊക്കോളും. പിന്നെ ഉണങ്ങി കഴിയുമ്പോഴത്തേക്കും അങ്ങ് പൊക്കോളും കേട്ടോ. അപ്പോൾ അച്ഛൻ്റെ മുടിക്ക് ചെറിയൊരു ചെമ്പ് കളറുണ്ട് കേട്ടോ. കളർ ചെയ്തേക്കുന്നതല്ല, അത് ഓൾറെഡി അവൾക്ക് ജന്മനാ ഉള്ളൊരു കളറാണ് മുടിക്ക്. അപ്പം നമ്മുടെ പായ്ക്കൊക്കെ കഴിഞ്ഞു. മുടിയെല്ലാം നല്ലപോലെ കഴുകി നല്ല ഇതായി. അപ്പം നമ്മൾ തൊടുമ്പം തന്നെ നല്ല സോഫ്റ്റാണ്. അപ്പോൾ ഇത് മുടി വളരാനും താരം പോകാനും പേൻ പോകാനും എല്ലാത്തിനും, മുടി പൊഴിച്ചതിനും എല്ലാത്തിനും നല്ലൊരു പായ്ക്കാണ്. എല്ലാവരും ഒന്ന് ഉപയോഗിച്ച് നോക്കുക. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ എന്നൊക്കെ പറയുന്നത് ഇതൊക്കെയായിരുന്നു. നമ്മുടെ വീഡിയോ ഒക്കെ അവസാനിപ്പിക്കാൻ സമയമായിട്ടുണ്ട്. അടുത്ത വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്കിനി അടുത്ത വീഡിയോയിലൂടെ കാണാമേ. അപ്പോൾ മറക്കണ്ട, ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെ ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തൊന്ന് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ.